സോളാർ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നതിന്റെ കൂടുതൽ തെളിവുകൾ. ടീം സോളാറിലെ ടെക്നിക്കൽ മാനേജറായിരുന്ന മണിലാലിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി ഇടപെട്ട് നൽകിയ സാമ്പത്തിക സഹായം മണിലാലിന്റെ ഭാര്യ പീപ്പിളിനോട് വെളിപ്പെടുത്തി. കുടുംബാംഗങ്ങളോടൊപ്പം സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നുവെന്നും മണിലാലിന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. മണിലാലിന്റെ വൈഫാണോ? അതെ. നമ്മുടെ ഈ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്തോന്നാണ്? സത്യാവസ്ഥ ഇപ്പോൾ ടിവിയിലൊക്കെ വന്നിട്ടില്ലേ? അതൊക്കെ തന്നെയാണ് സത്യാവസ്ഥ. ഈ മുഖ്യമന്ത്രിയുടെ ഒക്കെ സഹായവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലുള്ള സഹായമാണ് കിട്ടിയിട്ടുള്ളത്? പൈസ തന്നിട്ടുണ്ട്, 50,000 രൂപ തന്നിട്ടുണ്ട്. ആരാ കൊണ്ട് തന്നത്? അത് ഞാനായിട്ടുള്ള അനിയനായിട്ടാണ്, അവരാണ് അതിന് നടന്നിരുന്നതൊക്കെ. ആണല്ലേ? അല്ല, എന്തിനാ ഈ 50,000 തന്നത്? എന്തിനാ? അയ്യോ, വക്കീലിനൊക്കെ കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം കാണാനായിട്ട്. മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യം പോയിട്ട് കാണാൻ, 2 പ്രാവശ്യം പോയിട്ട് കാണാൻ പറ്റില്ല, 3-ാമത്തെ പ്രാവശ്യം കണ്ടത്. അത് ഇങ്ങനെ വിവരം പറയും, ഈ സോളാറിനുള്ള ഈ കേസിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പൊ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ അഞ്ചിട്ട് പിന്നെ മറ്റേ MLA, തൃശ്ശൂരത്തെ MLA. ഈ മുഖ്യമന്ത്രി എവിടെ പോയാ കണ്ടത്? തിരുവനന്തപുരത്ത് വെച്ച്. സെക്രട്ടേറിയറ്റിലാണോ? കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അമ്മ ഉണ്ടായിരുന്നു, ഭർത്താവിന്റെ അമ്മ ഉണ്ടായിരുന്നു, അനിയൻ ഉണ്ടായി, ഞാൻ ഉണ്ടായി, പിള്ളേരുണ്ടായിരുന്നു. എന്താവശ്യം പറഞ്ഞാ ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്നത്? പോയത് തന്നെ ഭർത്താവിനെ ജയിലിൽ നടക്കാൻ ഒരു മാർഗവും ഇല്ല. ബസ്സിലന്മാർക്കൊക്കെ പൈസ കൊടുക്കാനൊന്നൊരു സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ പോയി കണ്ടതാണ്. അനിയൻ വിളിച്ചപ്പോ പറയേ ഇങ്ങനെ പൈസ തരാ, ഈ MLA വഴി MLA സംസാരിച്ചിട്ട് MLA എന്താ ചെയ്യുന്നു പറഞ്ഞത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത മിനീഷ് കുമാർ ചേരുന്നു. മിനീഷ്, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് മണിലാലിന്റെ ഭാര്യയുടേത്. വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ ദീർഘനേരം ഈ മണിലാലിൻ്റെ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചു. അതിൻ്റെ ഒരു പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിൽ എത്തിച്ചത്. നമുക്കറിയാം, സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിന് മുഖ്യമായ പങ്കുണ്ടെന്നതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം പീപ്പിൾ TV പുറത്തുവിട്ടത്. ആ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഏറ്റവും നിർണായകമായ ഒരു തെളിവ് കൂടിയാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത്. സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികൾ നമുക്കുണ്ടെങ്കിലും ഇതിലെ പല പ്രതികളും ഇപ്പോൾ പുറത്താണ്. നിരവധി പ്രതികൾ ഇപ്പോഴും ജയിലിനുള്ളിൽ തന്നെയാണ്. അതിലൊരാളാണ് ഇതിൻ്റെ ടീം സോളാറിലെ ടെക്നിക്കൽ മാനേജറായി പ്രവർത്തിച്ചിരുന്ന മണിലാൽ ഇപ്പോഴും വിയ്യൂർ ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. ജാമ്യം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇത് കേസിൻ്റെ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മണിലാലിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി, നിയമപരമായ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് മുഖ്യമന്ത്രിയെ 3 തവണ സെക്രട്ടേറിയറ്റിൽ കാണാനായിട്ട് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം മണിലാലിൻ്റെ ഭാര്യ ഷീല എന്നാണ് നമ്മളോടൊപ്പം പേര് പറഞ്ഞത്. ഷീല ഈ സെക്രട്ടേറിയറ്റ് എത്തിയിരുന്നു. മണിക്കൂറുകളോളം മുഖ്യമന്ത്രിയെ കാത്തിരുന്നു. പക്ഷേ ചില അത്യാവശ്യ ഭരണകാര്യങ്ങൾ കൊണ്ട് അത്യാവശ്യ കാരണം മുഖ്യമന്ത്രിയുമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ 3ാമത്തെ പ്രാവശ്യം സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുറിയിൽ വെച്ച് തന്നെ ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്നും സാമ്പത്തികമായി തങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം MLA, മണലൂർ MLA P. A. മാധവനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ചയ്ക്കകം 50,000 രൂപ കിട്ടിയതായിട്ടുള്ള ആ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ നമ്മളോടൊപ്പം വെളിവാക്കുന്നത്. മറ്റൊരു കാര്യം, തൻ്റെ ഭർത്താവിന് ഈ കേസുമായി മറ്റു അഴിമതിയുമായി ബന്ധമൊന്നുമില്ല. പകരം ഇപ്പോൾ വിയ്യൂർ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമെന്ന് പറയുന്നത് ഈ കേസിലെ ആ ടീം സോളാറിലെ ഒരു ടെക്നിക്കൽ മാനേജറായിരുന്നു. ഒരു മാസ ശമ്പളക്കാരൻ മാത്രമായിരുന്നു തൻ്റെ ഭർത്താവ്. മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ആ ടീം സോളാറിൻ്റെ തന്നെ മുഖ്യ പങ്കുവച്ചിരുന്ന സരദായിസ് നായർ, അതുപോലെ ബിജു രാധാകൃഷ്ണൻ തുടങ്ങിയവർ മാത്രമാണ്. തൻ്റെ ഭർത്താവ് ഈ കേസിലൊരു നിരപരാധി മാത്രമാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നത്, ഒരു പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള മുഖ്യമായ ഒരു
പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രി എന്തിന് പൈസ കൊടുത്ത് സഹായിച്ചു എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അത് മുഖ്യമന്ത്രി പൈസ നൽകി 50-നെ സഹായിക്കാമെന്ന് പറയുന്നു. അതൊരു കേവലം ഒരു വോട്ടർ മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ളതിന് അപ്പുറമായി ഈ ഒരു ഏറ്റവും വലിയ, ഇന്നലെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ 10,000 കോടി രൂപയുടെ ഒരു കുംഭകോണം നടന്ന ഒരു കേസിലെ മുഖ്യ പ്രതിയെ രക്ഷപ്പെടുത്താൻ 50,000 രൂപ മുഖ്യമന്ത്രി ഇടപെട്ട് നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭരണകൂടത്തിനും മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ കോൺഗ്രസിലെ MLA-മാർ അടക്കമുള്ള ഉന്നത ബന്ധങ്ങൾ ഈ സോളാറിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഈ പറയുന്ന മണിലാലിൻ്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ എന്നാണ് ഈ ഫോൺ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ധന്യ. ശരിയാണ് വിനിഷ. സോളാർ കേസിലെ പ്രതിയെ രക്ഷിക്കാനില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സോളാർ കേസുമായി വലിയൊരു ബന്ധം തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന മണിലാലിന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്? പ്രധാനമായി പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഒരു നിരപരാധിത്വം അത് തെളിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്ന ഒരു കാര്യം. തുടർന്ന് ആ തുടക്കത്തിൽ ഒരു 50,000 രൂപ കേസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ തുടർന്ന് അവർക്ക് 50,000 രൂപ കിട്ടുകയോ അല്ലെങ്കിൽ തുടർന്ന് ഇത് വെച്ചിട്ടൊരു പണം ഉണ്ടാക്കുകയോ എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. പകരം തൻ്റെ ഭർത്താവ് ജയിലിനുള്ളിലായിപ്പോയ ഭർത്താവ് ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങുക, ആ ഭർത്താവിനോടൊപ്പം ജീവിക്കുക എന്നുള്ളൊരാഗ്രഹം മാത്രമാണ് ഈ ഭാര്യ, ആ ഒരു ദുഃഖം മാത്രമാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. കാരണം അറിയാം, മറ്റ് പ്രതികളൊക്കെ തന്നെ ജോപ്പനായാലും സർദായസ് നായരായാലും അതുപോലെപ്പെട്ട ജിക്കുമോൻ അതുപോലുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ പുറത്താണ്. അതിൽ ബിജു രാധാകൃഷ്ണൻ മാത്രം ഇപ്പോഴും അകത്ത് കിടക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ മാത്രമല്ല, മറ്റ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില കൊലക്കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ജാമ്യം കിട്ടാതെ ഇപ്പോഴും ജയിലിനുള്ളിൽ തന്നെ കിടക്കുന്നത്. മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ബാക്കി എല്ലാവരും പുറത്തും. തൻ്റെ ഇത്തരത്തിലുള്ള കുറച്ച് നിരപരാധികൾ മാത്രമായി ഇപ്പോൾ ജയിലിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തുടർന്ന് മുഖ്യമന്ത്രി സഹായിക്കാമെന്ന് പറയുന്നു, അത് സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറയുന്നു, നിയമപരമായി ജാമ്യം കിട്ടുന്നതിനും മറ്റ് സംരക്ഷണം ഒരുക്കാമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് യാതൊരു സഹകരണവുമില്ല. ആ സഹകരണം മുറിഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മണിലാലിൻ്റെ സഹോദരൻ റിജേഷ് അവസാന നിമിഷത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മണലൂർ MLA PA മാധവൻ്റെ വീട്ടിൽ പോകുന്നതും അദ്ദേഹം ചെരുപ്പൂരി ആട്ടിപ്പായിക്കുന്നതും ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ ഒരു മണിലാലിൻ്റെ ഭാര്യയുടെ ഒരു നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. 3 തവണ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് എത്തുന്നു. അതിൽ ഒരു പ്രാവശ്യം മാത്രമാണ് മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നത്. ആ കാണാൻ സാധിക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവിൻ്റെ അനുജൻ കൂടെ ഉണ്ടായിരുന്നു, ഭർത്താവിൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു, മറ്റൊരു ബന്ധു കൂടി ഈ ഷീലയുടെ ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവിടെ വെച്ച് മുഖ്യമന്ത്രി വാഗ്ദാനങ്ങൾ എല്ലാ സംരക്ഷണം ഒരുക്കുമെന്ന് ആവർത്തിച്ച് തന്നെ പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ MLA മുഖാന്തരം 50,000 രൂപ സഹോദരൻ്റെ കൈവശം കൊടുത്തത് തനിക്ക് കിട്ടിയെന്ന് ഈ ഫോൺ സംഭാഷണത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ഇത് ഏറ്റവും വലിയ ഒരു നിർണായകമായ ഒരു തെളിവാണ്. മുൻകാലങ്ങളിലും ഈ തെളിവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ വളരെ തന്ത്രപരമായി മുഖ്യമന്ത്രി സംസാരിച്ചൊഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് കേവലം ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മണ്ഡലത്തിലെ ഒരു MLA ഇടപെടുന്നത് ആ മണ്ഡലത്തിലെ ഒരാളെന്നുള്ള നിലയിൽ മാത്രമാണെന്നുള്ളൊരു വ്യാഖ്യാനം വിശദീകരണമാണ് മുഖ്യമന്ത്രി ഇന്ന് നൽകിയത്. പക്ഷേ ഇത് ഒരു നിർണായകമായ ഒരു തെളിവായി കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ധന്യ. സോളാർ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതിന് കൂടുതൽ തെളിവുകൾ. ടീം സോളാറിലെ ടെക്നിക്കൽ മാനേജറായിരുന്ന മണിലാലിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി ഇടപെട്ട് സാമ്പത്തിക സഹായം നൽകിയതായി മണിലാലിന്റെ ഭാര്യ പീപ്പിളിനോട് വെളിപ്പെടുത്തിയ വിശദാംശങ്ങളാണ് മിനീഷ് നൽകിയത്. തൃശൂരിൽ ദമ്പതികൾ വെടിയേറ്റു മരിച്ചു. വിശദാംശങ്ങളുമായി ജയപ്രകാശ് ചേരുന്നു. ജയപ്രകാശ്, എന്താണ് സംഭവിച്ചത്? ധന്യ, തൃശ്ശൂർ ടൗണിനടുത്ത് തന്നെ ഒളരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗാന്ധിനഗറിൽ കാപ്പുങ്ങൽ സുബ്രഹ്മണ്യൻ 55 വയസ്സ്, സുഷമ 50 വയസ്സ്, ഇവരാണ് വെടിയേറ്റ് മരിച്ചത്. ഭർത്താവ് ഭാര്യയെ വെടിവെച്ച് കൊന്ന ശേഷം ഇയാൾ സ്വയം വെടിവെച്ച് മരിച്ചതാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇയാൾ പ്രവാസി മലയാളിയാണ്. ഇയാളുടെ ജോലി എന്ന് പറയുന്നത് പൂജാകർമ്മങ്ങളും മറ്റ് ദൈവികമായ ചില കർമ്മങ്ങളൊക്കെ ചെയ്ത്, പൂജാതി കർമ്മങ്ങളും ചാത്തൻ സേവാ കർമ്മങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ഇയാൾക്ക് 2 കുട്ടികളുണ്ട്. സാമ്പത്തിക ക്രൈസിസാണ് ആ മരണ കാരണം എന്നാണ് അറിയുന്നത്. 5 മണിയോടുകൂടിയായിരുന്നു വെടിയേറ്റ വോട്ട്. നാട്ടുകാരും പിന്നെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന കുട്ടികളുമാണ് വിവരം അറിഞ്ഞ് എത്തിയത്. അപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂത്ത മകൾ സുനിത എന്ന ഒരു മകനുമുണ്ട്. ഇപ്പോൾ പോലീസ് വെസ്റ്റ് പോലീസിന്റെ പരിധിയിലാണ് ഈ സ്ഥലം. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്താനുള്ള നടപടികളിലേക്ക് കടക്കുന്നതേയുള്ളൂ. പിന്നെ തൃശൂരിൽ ദമ്പതികൾ വെടിയേറ്റ് മരിച്ചു. ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്.
എക്സ്ക്ലൂസീവ്. ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നുവെന്ന വെളിപ്പെടുത്തലുമായി മധു ബാലകൃഷ്ണൻ. തിഹാർ ജയിലിൽ കഴിയവെയാണ് ശ്രീശാന്തിനെ കൊടും കുറ്റവാളി കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് ശ്രീശാന്തിന്റെ സഹോദരി ഭർത്താവ് മധു ബാലകൃഷ്ണൻ പറഞ്ഞു. കൊടും കുറ്റവാളിയുടെ കുത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതിനാൽ ശ്രീശാന്തിന് അത് കൊണ്ടില്ലെന്നും സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മധു ബാലകൃഷ്ണൻ വെളിപ്പെടുത്തി. JB ജംഗ്ഷനിലാണ് മധു ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. JB ജംഗ്ഷൻ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9-ന് കൈരളിയിലും 10 മണിക്ക് പീപ്പിളിലും. ലഭിക്കേണ്ട ഒരു ശിക്ഷയായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കേണ്ട ഒരു ദുരവസ്ഥയായിരുന്നില്ല എത്ര നാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ജയിലിൽ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. അത് കുറ്റം തെളിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചെയ്യാത്തൊരു കുറ്റത്തിനാണ് അവൻ ശ്രീ ജയിലിൽ പോയത്. അവിടെ വെച്ചിട്ടുണ്ടായ അനുഭവം പലർക്കും അറിയില്ല. ഫാമിലിയിൽ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ വെച്ച് ശ്രീയെ കൊലപ്പെടുത്താൻ വരെയുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടാണ് ശ്രീ തികച്ചും മാനസിക നില ഒരു പകുതിയോളം തെറ്റിയിട്ടാണ് ശ്രീ നമ്മുടെ വീട്ടിലേക്ക് വന്നത് ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്. അതൊന്നും മനസ്സിലാക്കാതെ പലരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വഴികളിലൂടെയെല്ലാം ശ്രീയെ മാക്സിമം തളർത്തിയിട്ടുള്ളൂ. സമാധാനിപ്പിക്കാനായിട്ട് വളരെ ചുരുക്കം ആളുകളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ജയിലിൽ വെച്ചിട്ട് ഒരു പല കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ളൊരു ഒരു ഗുണ്ട ജയിലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം കൊലപ്പെടുത്താനായിട്ട് അവർ ജയിലിലുള്ള ആളുകൾ മുഴുവൻ ഈ വാതിലിൻ്റെ ഷാർപ്പൻ ചെയ്തിട്ട് അതും കൊണ്ട് നടക്കും. ഷർട്ട് തൂക്കുന്ന ഹാങ്ങറില്ലേ, അതും ഷാർപ്പൻ ചെയ്ത് കൊണ്ട് നടക്കും എല്ലാവരും കയ്യിൽ, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്, ആക്രമിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഈ പറഞ്ഞ കൊലക്കേസ് പ്രതി അയാളാണ് അവിടുത്തെ ഒരു അയാൾ കുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഭാഗ്യത്തിന് അത് കഴുത്തിൽ കൊള്ളാതെ മുമ്പിലേക്ക് പോയപ്പോൾ അയാളുടെ വിരലിൽ പിടുത്തം കിട്ടി താഴത്തേക്ക് പിടിച്ച് വലിച്ചപ്പോൾ അയാൾ ആ വിരലൊടിഞ്ഞു പോയിട്ട് കിടന്ന അലർച്ചയിലാണ് പോലീസുകാർ ഓടി വന്ന് അയാളെ എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ അന്ന് ഒരുപക്ഷെ ശ്രീ ഇന്ന് ചിലപ്പോൾ ജീവിച്ചിരിക്കേണ്ടതല്ല. അതുമാത്രമല്ല, ശ്രീ കടന്നിരുന്ന സെല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയെ തലയറുത്ത് കൊന്നിട്ടിരുന്നു തിഹാർ ജയിലിൽ. ഇതെല്ലാം കണ്ട് മാനസിക നില തെറ്റിയൊരു ശ്രീയാണ് ജയിലിൽ നിന്ന് വന്നത്. ഇപ്പോഴും അത് ശരിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ നിന്ന് ശ്രീ ശരിയായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ പല ജനങ്ങളും അത് തിരിച്ചറിയാതെ മാനസികമായിട്ട് പീഡിപ്പിച്ചു. അത് എനിക്ക് മനസ്സിലായി. എന്താ കാരണം വെച്ചാൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധരിക്കപ്പെട്ട ഞാൻ ശ്രീയെ പലതവണ 1-2 തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, മധുവിനടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഇളയ സഹോദരൻ നമ്മുടെ ഒരു അഭിമാനമാണ്, അവൻ നന്നായി വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിലുണ്ടായ ചില പാകപ്പിഴകളും പാഴ്ചകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ആർക്കാണ് ഇപ്പം ശ്രീയെ കൊന്നിട്ടുള്ള കാര്യം? ആർക്ക് കൊല്ലണം അദ്ദേഹത്തിന്? ഇത് അതിൻ്റെ പുറകിൽ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് ഞാനും എൻ്റെ വീട്ടിലുള്ളവരും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ വാദഗതികൾ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുകയും അവിടെയൊക്കെ നിങ്ങൾ അഫിഡവിറ്റിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലും പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ വ്യക്തികൾ, ഞാൻ മനസ്സിലാക്കുന്നത് ധോണി അതുപോലെ ഹർഭജൻ, ഈ 2 വ്യക്തികളുടെ പേരാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പല പ്ലെയേഴ്സും ഈ പറഞ്ഞ കുറ്റം ചെയ്തവരാണ്. ചെയ്തിട്ട് അവരുടെ പേര് പുറത്ത് വിട്ടിട്ടില്ല. ശ്രീയെ ഒരു സംശയത്തിൻ്റെ പേരിൽ മാത്രം പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ചു, ഇത്രയും അധികം. അതെന്തിനാണെന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും അവരുടെ പേരൊന്നും പുറത്തു വിട്ടിട്ടില്ല. ശ്രീശാന്ത് വധിക്കപ്പെടണം, ശ്രീശാന്തിനെ ഉന്മൂലനം ചെയ്യണം, ശ്രീശാന്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? അല്ല, അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യമാണ് അത്. ആരാണ് അതിൻ്റെ പുറകിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ശ്രീശാന്തിനെ വധിക്കാൻ സംബന്ധിച്ച് എന്തെങ്കിലും കേസ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ജയിലിൻ്റെ ഉള്ളിൽ ഒരു കുറ്റവാളി തന്നെ ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അത് അധികം പുറത്തൊന്നും ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഫാമിലിയിൽ വന്ന ഒരു ദിവസം ശ്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇതുപോലെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ തേരിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ, അതും കൊടും കുറ്റവാളികളുള്ള തിഹാർ ജയിലിൽ, ഞാൻ ആ ജയിലിൽ പലവട്ടം മാധ്യമപ്രവർത്തനം നിലയിൽ പോയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് ജയിലിലാണ്. അതെ, ആ ഒരു ജയിലിൽ അകപ്പെടുന്നൊരു അവസ്ഥ ഏതൊരു വ്യക്തിയെയും ഭ്രാന്തരാക്കാൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും. അപ്പം ആ ഒരു മാനസിക നില ഭീകരമായിട്ട് ശ്രീയെ തകർത്തിരുന്നു. തീർച്ചയായിട്ടും ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. എത്രയോ 1000 വാട്ട്സിന് മുകളിലുള്ള ഒരു ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് കിടത്തിയിരുന്നത്. അപ്പോൾ ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല, അതിൻ്റെ ചൂടും പ്രകാശം കാരണം കൊണ്ട്. അതുപോലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ജയിലിലുണ്ടായിരുന്നത്.